പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ രക്ഷാദൌത്യത്തിന്റെ 11ാം നാളിലും അർജുനും ആ ലോറിയും കാണാമറയത്ത് തന്നെ. കുത്തിയൊഴുകുന്ന ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ. ഫലം കാണാത്ത തിരച്ചിലിൽ നാളുകൾ 12 ആകുമ്പോൾ രക്ഷാദൌത്യം ഇനി എങ്ങനെ എന്നതാണ് ചോദ്യം. എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഷിരൂരിലുള്ള മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്ന് അദ്ദേഹം ചില ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയുമായി ഉണ്ട് ഈ ചർച്ചയിൽ. അദ്ദേഹത്തോട് നേരത്തെ തന്നെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടിയുമായിട്ടായിരിക്കും മന്ത്രി PA മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഈ ചർച്ചയിൽ പങ്കുവയ്ക്കുക. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ശ്രീ ജോർജ് ബാബു, അദ്ദേഹം നാഷണൽ അഡ്വഞ്ചർ ഫൗണ്ടേഷന്റെ കർണാടക ചാപ്റ്ററിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം 2018 പ്രളയകാലത്ത് വളരെ പ്രശംസനീയമായ സേവനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ശ്രീ ജോർജ് ബാബു അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ദുരന്ത നിവാരണ വിദഗ്ധൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം നിരന്തരം ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വിദഗ്ധ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും ഒക്കെ പങ്കുവെച്ച് ഉടനീളം നമ്മുടെ ചർച്ചയിലെ സാന്നിധ്യമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. റിട്ടയർഡ് നാവികസേന ഉദ്യോഗസ്ഥൻ ശ്രീ TK ഉണ്ണി ഈ ചർച്ചയിൽ ഉണ്ട്. അദ്ദേഹത്തിന് വിദഗ്ധമായ ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുണ്ടാകും. പ്രത്യേകിച്ച് നാവികസേനയുടെ ദൗത്യത്തിന്റെ അടുത്ത ഘട്ടത്തിൽ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ശ്രീ TK ഉണ്ണിക്ക് ചില വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ ചർച്ചയിൽ മുന്നോട്ട് വെക്കാനുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കോസ്റ്റ് ഗാർഡിന്റെ മുൻ മേധാവി ഡോക്ടർ പ്രഭാകരൻ പാലേരി, അദ്ദേഹം ടെലിഫോൺ ലൈനിലായിരിക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുക. അദ്ദേഹത്തിന്റെ ഈ സർവീസ് കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ അർജുന് വേണ്ടി നടത്തുന്ന ഈ ശ്രമത്തില് തിരച്ചിലിന് ആയി അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കാനുണ്ടോ എന്നതുകൂടി നമ്മൾ പരിശോധിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസിനോടുള്ള ചോദ്യങ്ങളിൽ ആദ്യം ഉള്ള ചോദ്യം എന്നത് എന്തായിരിക്കും, ഇനി ഈ എത്രത്തോളം പ്രതീക്ഷ നമുക്ക് ഈ രക്ഷാദൌത്യത്തിന് ഇനി വെക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി പ്രതീക്ഷകൾ എത്രത്തോളം ഉണ്ട് മിനിസ്റ്റർ? അല്ല, നിലവിൽ നല്ല മഴയാണ് ഇവിടെ. പുഴയിലാണ് നല്ല അടിയൊഴുക്കുണ്ട്. ചില പരിമിതികളുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ രക്ഷാദൌത്യത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു എന്ന നിലയിൽ കാണേണ്ടതില്ല. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിന് എല്ലാ ശ്രമവും നടത്തണം. അതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഇന്നിവിടെ ജില്ലാ കലക്ടറും മറ്റു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ജനപ്രതിനിധികൾ, കേരളത്തിൽ നിന്ന് വന്ന ജനപ്രതിനിധികൾ, ഇപ്പോൾ MP ഉണ്ട്, കോഴിക്കോട്ടെ MP ഉണ്ട്, ബാലുശ്ശേരി MLA അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് ഉണ്ട്, മഞ്ചേശ്വരം MLA അഷ്റഫ് ഉണ്ട്, തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉണ്ട്. അപ്പോൾ കോഴിക്കോട് MP ശ്രീ MK രാഘവൻ, അവരൊക്കെ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അതിനകത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നിലപാട്, ഇപ്പൊ നേവി അവരുടെ ഡൈവേഴ്സിന് ഈ പ്രതികൂല കാലാവസ്ഥയിൽ പുഴയിൽ ഇറങ്ങാൻ പ്രയാസമുണ്ട് എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും അതുകൊണ്ട് രക്ഷാദൗത്യത്തിന് പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത്.